നമ്മൾ ബൈബിളിലൂടെ വായിച്ചറിഞ്ഞു ഇത്രമാത്രം കഷ്ടതകളിലൂടെ യേശു കടന്നു പോയെന്ന് അറിയുന്നത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യാത്തവരെ അവിടെ ഇട്ട് തല്ലി, അതായത് എന്തൊരു പകപ്പൊക്കലിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അറിയാം. ഇവിടെയാണ് പത്രോസും യൂദാസും മർക്കോസും കാവലിരുന്ന സ്ഥലങ്ങളാണ് എന്നെ പറഞ്ഞത്. ഇവിടുന്ന് തല്ലി, ശരീരത്തിൽ വസ്ത്രമില്ല, അത് കുരിശിൽ തറയ്ക്കുമ്പോഴില്ല, നമുക്ക് കാണാൻ വേണ്ടി തുണി വരച്ചെന്നുള്ളൂ. വസ്ത്രം മുരിഞ്ഞതിന് ശേഷം ആ കല്ലിൽ ഇട്ട് കൈ മുകളിലേക്ക് കെട്ടി തല്ലിയതിനു ശേഷം ഈ കുഴിയിലേക്ക് ആ ഗുഹയെ കൊണ്ടിടും. ഇവിടെ നോർമലി ഇവിടെ വീഴുന്ന ഏതൊരു കുറ്റക്കാരനോ അല്ലെങ്കിൽ തല്ലുകൊള്ളുന്നവനോ അന്ന് രാത്രിയോടുകൂടെ മരിക്കും. കാരണം ഇതിന് മുന്നേ കൂട്ടി വലിച്ചെറിഞ്ഞിട്ടുള്ളവരുടെ മലമൂത്ര വിസർജനം, മരിച്ചവരുടെ ദുർഗന്ധം അഴിയുന്ന ശരീരമൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. പക്ഷെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ യേശു മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇവിടെ കയർ കെട്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇവിടെ വലിച്ച് നമ്മളെ നേരത്തെ കണ്ട പള്ളിയിലേക്ക് കണ്ട ബൈസൈക്കിൾ ക്ലോസാണ് കാണുന്നത്. അപ്പൊ അതിൽ കൂടെ മുകളിലേക്ക് വലിച്ചിട്ട് ഇനി നമ്മൾ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ കാണാം ഹിസ്റ്റോറിക്കൽ സ്റ്റെപ്സ്. യേശുവിന് കുരിശിൽ തറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴി അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഒരു മനുഷ്യന് ഇത്രമാത്രം സഹിക്കാൻ ഭൂമിയോളം താഴെന്ന് പറയില്ല. നമ്മൾ പറയില്ലേ കർത്താവ് പോലെ എത്ര സഹിച്ചിട്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടുന്ന് ഒരാൾക്കും കയറുമ്പോൾ ഈ കോണിക്ക് പിന്നീട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് ജീവനുള്ള ആള് മാത്രമാണ് കഴുത്തിൽ കയറിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ കെട്ടി തരുള്ളൂ. മരിച്ചവന് കെട്ടാൻ പറ്റില്ല. അപ്പൊ അവന്റെ ബോഡി വലിച്ചു കെട്ടും. ബാക്കി ആർക്ക് ഇതിന്റെ ഉള്ളിൽ എൻട്രൻസ് ഇല്ല. അപ്പൊ നോർമലി ദുർഗന്ധം നിറഞ്ഞത് കുഴിയാണ്. ഡങ്കൻ, ഇതൊരു ഡങ്കൻ എന്ന് പറയുന്നത്. അപ്പൊ വർഷങ്ങൾക്ക് മുൻപ് പഴയ നിയമത്തില് സങ്കീർത്തന പുസ്തകം 88-ാം അധ്യായത്തില് ഇതേക്കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അത് കേൾക്കാം. എന്റെ രക്ഷയുടെ ദൈവമായ യഹോവയെ ഞാൻ രാവും പകൽ തിരുസനത്തിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ മുൻപിൽ വരുമാറാകട്ടെ. എന്റെ നിലവിളിക്ക് ചെവി ചായ്ച്ചു തരണമേ. എന്റെ പ്രാണൻ കഷ്ടത അനുഭവിച്ചുകൊണ്ട് വിറങ്ങലിച്ചിരിക്കുന്നു. എന്റെ ജീവൻ പാതാളത്തോട് സമീപിച്ചിരിക്കുന്നു. കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു. ഞാൻ തുണിയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു. ശവക്കുഴിയിൽ കിടക്കുന്ന ഹതഭാഗ്യന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർമ്മിക്കുന്നില്ല. അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. നീ എന്നെ ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിലും ആഴത്തിലും ഇട്ടിരിക്കുന്നു. നിന്റെ ക്രോധം എന്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്റെ പരിചയക്കാർ നീ എന്നിൽ നിന്ന് അകറ്റി. എന്നെ ആർക്കും വെറുപ്പാക്കിയിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാത്തവണ്ണം എന്നെ അടച്ചിരിക്കുന്നു. എന്റെ കണ്ണ് കഷ്ടഹേതുവായി ക്ഷയിച്ചു പോയിരിക്കുന്നു. യഹോവയെ ഞാൻ ദിനം പ്രതി നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ കൈകളെ നിന്നിങ്കിലേക്ക് ഞാൻ ഉയർത്തുന്നു. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാരെ എഴുന്നേൽപ്പിച്ച് നീ സ്തുതിക്കുമോ? ശവക്കുഴിയിൽ നിന്റെ ദയയെയും വിനാശത്തെയും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളെയും വിസ്മൃതിയിലുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിവാകുമോ? എന്നാൽ യഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. രാവിലെ ഞാൻ എന്റെ പ്രാണൻ തിരുസനത്തിൽ വരുന്നു. യഹോവേ നീ എന്റെ പ്രാണനെ തള്ളിക്കളയുന്നതെന്തിന്? നിന്റെ മുഖത്തുനിന്ന് എന്നെ മായ്ച്ചു കളയുന്നതിന്? പാലി മുതൽ ഞാൻ അരിഷ്ടവും മരിപ്പാറാവൂലും ആകുന്നു. ഞാൻ നിന്റെ ഓരോരുത്തത്തെ സഹിച്ച് വരഞ്ഞിരിക്കുന്നു. നിന്റെ ഉഗ്രകോപം എന്റെ മീതെ കവിഞ്ഞിരിക്കുന്നു. നിന്റെ വേദനകൾ ഇതിനെ കുറിച്ച് അവരുടെ ഭാഷ ചെയ്തുകൊണ്ട് ഈ ഓർത്തഡോക്സുകാരുടെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവ ഇവിടെ വെള്ളം പോലെ എന്നെ ചുറ്റി വളർന്നിരിക്കുന്നു. അവ ഒരുപോലെ എന്നെ വളയുന്നു. സ്നേഹിതരെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു. എന്റെ പരിചയക്കാർ